അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ബാലുശ്ശേരി ഖാദിയാനിയാണോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രമാണവിരുദ്ധമായ സംസാരങ്ങൾ വർദ്ധിച്ചു വരുന്നു, ഖുർആനിന് വിരുദ്ധമായിട്ട്. എന്നാൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരം ആദ്യമായിട്ടൊന്ന് കേട്ടുകൊള്ളുക. അദ്ദേഹത്തിൻ്റെ 2 വീഡിയോ ഉണ്ട്, അധികം നിങ്ങൾ ആദ്യമായി കേൾക്കുക. ഇനി ഞാൻ പറയണത് നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ പറയും അത് എൻ്റെ ഒരു വികാരമാണ്. നിങ്ങളൊക്കെ അർത്ഥം വെച്ചോളൂ, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് നോക്കിക്കോളൂ. അതിൽ പറയുന്നത് നല്ല പാനീയങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു. ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി. 1400 വർഷം മുമ്പ് പെപ്സി വിലക്കി എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് ഖുർആനിൽ പെപ്സി പാടില്ലെന്ന്. നിങ്ങൾ കണ്ടോ? 59-ാം അധ്യായം 59-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെപ്സിയും കോളയും പുകവലിയും പെത്തടിലും ബ്രൗൺ ഷുഗറും അശീഷും എല്ലാം വിലക്കി. എന്താ കാരണം? ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ട ഒന്നുമില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്തറിയോ? ഈ ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് പറഞ്ഞത് ഒരു സൃഷ്ടിയുടെ ഏതോ സൃഷ്ടിയായിക്കോട്ടെ, അല്ലൊഴികെയുള്ള ഒരു സൃഷ്ടിയുടെ പരിധിയിൽപ്പെട്ടതും ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടതുമായ ഒരു കാര്യം അനുവദനീയമാകാം, അനുവദനീയമല്ലാത്തതാകാം, ഏതുമാകാം. അതിൻ്റെ കഴിവിൽപ്പെട്ടത്, അതിൻ്റെ പരിധിയിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ശിർക്കാകും എന്നതിനൊരായത്ത്, ഒരു ഹദീസ്, ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളുടെ ഒരു ഉദ്ധരണി 10 ലക്ഷം രൂപ തരും ഞാൻ നിങ്ങൾക്ക്. 10 ലക്ഷം രൂപ എൻ്റെ സ്വത്ത് വിറ്റിട്ട് ഇത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. സഹോദരന്മാരെ, നിങ്ങൾ കേട്ടുവല്ലോ. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? പെപ്സി അത് നിരോധിച്ചിരിക്കുന്നു കുടിക്കുന്ന കാര്യത്തിൽ. ഖുർആനിൽ നല്ല പാനീയങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണമെന്നുള്ള തെളിവുണ്ട്. പക്ഷേ ഇദ്ദേഹം 1400 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ തെളിവുണ്ട് പെപ്സി കുടിക്കരുത് എന്നുള്ള ആ തെളിവുണ്ട് എന്ന് ഇദ്ദേഹം ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം ഈ ഖുർആൻ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുമ്പോൾ ഈ ഖുർആനുള്ള എന്താണ്? ഇദ്ദേഹം ഖുർആനുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലേ? ഇദ്ദേഹത്തിൻ്റെ ഖുർആൻ ഇത് കൂടുതലായി ഈ പുരോഹിതന്മാരെ പോലെ തന്നെ ഈ ഖുർആൻ അംഗീകരിക്കാതെ പോകുന്നുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ഖുർആന് വിരുദ്ധമായിട്ട് പല വിഷയങ്ങളും സംസാരിക്കുന്നത്? ഇദ്ദേഹത്തിന് വല്ല പ്രത്യേകമായിട്ട് ഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നുണ്ടോ? ഖാദിയാനികൾ പറഞ്ഞതുപോലെ. പിന്നെ എന്താണ് ഈ ഖുർആനില്ലാത്ത ഓരോരോ ദുർവ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നു? എപ്പോഴും നോക്കിയാലും ഇതന്നെ ഇദ്ദേഹത്തിൻ്റെ ചർച്ചാ വിഷയങ്ങൾ. എന്തിനാണ് ഈ പൊതുജനങ്ങൾ നരകത്തിൽ കൊണ്ടുപോകുന്നത്? ജിന്നു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ധാരാളക്കണി ദുർവ്യാഖ്യാനം നടത്തുന്നു. എന്താ ജിന്നിവിടെ? ജിന്നു വിഷയത്തിലാണെങ്കിൽ എന്തെല്ലാം ഇയാൾ തോന്നിവാസമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇവിടെ പെപ്സി ഇവിടെ കുടിക്കാൻ പാടില്ല എന്ന് ഖുർആൻ 1400 വർഷങ്ങൾ മുമ്പ് അവിടെ ഖുർആനിൽ തെളിവുണ്ടെന്നോ? എന്നാൽ പിന്നെ എങ്ങനെയാണ് സൗദി മറ്റു അറബ് നാടുകളിലൊക്കെ ഈ പെപ്സി വിൽക്കുന്നത്? ലോകത്തിൽ നാനാഭാഗങ്ങൾ കടകളിലെല്ലാം വിൽക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇതുവരെ പണ്ഡിതന്മാർ അത് ഹറാമാണെന്ന് പറയാതിരുന്നത്? ആരാ പറഞ്ഞത് പെപ്സിയിലുള്ള പോയിസൺ ഉണ്ടെന്ന്? അതാണ് രോഗങ്ങൾ അതിനെ കൊണ്ട് ബാധിക്കുന്ന ആരാ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ എന്തെല്ലാം ഇവിടെ ആളുകളെ ഇളക്കി പിടിക്കുന്നുണ്ട്. മൊബൈലിൽ എന്തെല്ലാം ഭക്ഷണം തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്ന് ജനങ്ങളെ ഇവിടെ പറഞ്ഞിട്ട് വല്ലാതെ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങളെ മൊബൈലിൽ പറഞ്ഞിട്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ആരാണ് ഇവിടെ പെപ്സിയെ പറ്റിയിട്ട് കുറവ്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പെപ്സിക്ക്? ആരാ പറഞ്ഞത്? പെപ്സിയിൽ പോയിസൺ ഉണ്ടാ, അത് കുടിച്ചാൽ മരിച്ചു പോകുന്നുണ്ടാ? പിന്നെന്തേ? അപ്പം ഇതെന്നാൽ പിന്നെ അന്നേ മുമ്പ് ഗവൺമെൻറ്റൊക്കെ തടയണ്ടേ പെപ്സി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്? എന്താണ് ഈ ഭക്ഷണത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു അതും ഭക്ഷണം തന്നെയാണ്. പെപ്സി ആയിരുന്നാലും ഏത് വിഷയമായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു ലോകത്തിൽ എന്തൊക്കെ ഇറക്കുമെന്ന് ഫൽ ഫ്രൂട്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണിത്.
ഇത് ധാരാളക്കണക്കിന് ചില ആടുകൾ ഈ ഫ്രൂട്ടിനെയും മറ്റും ഒറ്റ അതിനൊക്കെ കുറവ് പറയുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ ഉൽപ്പാദനത്തെ പറ്റിയിട്ടൊക്കെ കുറവ് പറയുന്നുണ്ട്. പോയിസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളെ എന്തിനാണ് ഈ വട്ടം കൽപ്പിക്കുന്നത്? അതിൻ്റെ വീഡിയോ ഞാനുണ്ട്. ആ വീഡിയോ ആണ് കിട്ടുകയില്ല. ഭക്ഷണ സംബന്ധമായിട്ട് വിശദീകരിക്കുന്ന വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്ക്. എന്തിനാണ്? മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മറ്റു ദുർവ്യാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് വേറെ വീഡിയോ അദ്ദേഹം മുമ്പേ സംസാരിച്ചതാണ്. ലോകത്തിൽ അള്ളാഹു ഒഴികെ ഏതൊരു സൃഷ്ടിയോടും അവർക്ക് കഴിവുകൊടുത്ത കാര്യത്തിൽ അനുവദിക്കപ്പെട്ടതാവട്ടെ പെടാത്തതാവട്ടെ, അപ്പം എന്ന് പറയുമ്പോൾ കള്ളും കുടിക്കാൻ മറ്റെന്തുകല്ലാ കുറ്റകൃത്യം ചെയ്യാന്നർത്ഥം എന്നല്ല എൻ്റെ അർത്ഥം വരുന്നത്. ഏതൊരു സൃഷ്ടിയോടും, കല്ലിനോടായാലും ശരി, മുള്ളിനോടായാലും ശരി, മറ്റിനോടായാലും ശരി, മൃഗത്തോടായിരുന്നാലും ശരി, അള്ളാഹു ഒഴികെ തന്നെ എല്ലാ ലോകത്തിന് ഏതൊരു സൃഷ്ടിന്ന് വന്നില്ല. പിന്നെ അള്ളാഹു ഒഴികെ എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ല കഥ. ആഘോഷത്തോടായാലും ഭൂമിയോടായിരുന്നാലും ആരോടും ചോദിക്കാന്നല്ലേ. അത് ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് തെളിയിച്ചെന്നാൽ 10 ലക്ഷം രൂപ ഇനാമ് റഷീദ് കുറ്റപ്പുറത്തിന് ഇനാം വെച്ചിരിക്കുന്ന അത് ഏറ്റെടുക്കുന്ന നമ്മുടെ നാസസ്വലം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആ വെല്ലുവിളി വന്നിട്ടില്ല, വെളിയിൽ വന്നിട്ടില്ല, ഇറങ്ങിയിട്ടില്ല, വെളിയിൽ ഒളിച്ചേടന്നോ. എന്താ ഇത്? എന്താ നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാം കൊണ്ട് പഠിക്കുന്നത്? ബാലുശ്ശേരി മാത്രമല്ല, ബിട്ടം ഇതേപോലെ തന്നെ ഫൈസൽ മുസയർ. അങ്ങനെ ആരാണ് ഇതിൽ കുറവ്? ഇൻസാൻ ബാലുശ്ശേരി ഇദ്ദേഹത്തിൻ്റെ ആരാണപ്പോൾ? അദ്ദേഹത്തിൻ്റെ അഞ്ചന ആരാന്ന്? അത് പിന്നെ അങ്ങേയറ്റം. അത് പിന്നെ ജില്ല് പോയിട്ട് പിന്നെ മനുഷ്യ ശരീരത്തിൽ കടന്നിട്ട് 4-ാം മാസമായ കുട്ടിനെ കൊല്ലുന്നത് വരെ പറയുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വായത്തിന് പല തമ്മിലുണ്ടാകും. ഇത് വലിയ ഫത്വ ഇറക്കുന്ന മാതിരി ഇവരെ മുഫ്തിയായിട്ട് ഇരുന്നിട്ട് ഓരോന്നും യൂട്യൂബിൽ ചാനൽ സംസാരിക്കാം. വലിയ കണ്ടാൽ വലിയ പണ്ഡിതനാൻ തോന്നിപ്പോകും. എന്തെങ്കിലും വൃത്തികേടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇട്ടേരാം, ഞാൻ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. ഇനി ഇട്ടുതരാമാണെങ്കിൽ എന്തെന്നാണ് ഈ ഖുർആൻ ഇവർ മനസ്സിലാക്കിയത്? മാത്രമല്ല ഇതേ ഈ ബാലുശ്ശേരി എന്താ മുമ്പിൻ്റെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടും ഇയാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആക്ഷേപിച്ചു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ. ആരി? ബാലുശ്ശേരി. ആരാണ് ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം? ആരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താ സംഭവം? ബഖറ സൂറത്തുൽ ബഖറയിൽ 126 നമ്പർ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പടച്ചതമ്പുരാനെ, നീ ഉൽപ്പാദനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കണം മാനിക്ക് വിശ്വസിച്ചവർക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തി, ഞാൻ വിശ്വസിച്ചവർക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും ഞാൻ ഉൽപ്പാദനം ഞാൻ വർദ്ധിച്ചു കൊടുക്കും, ഭക്ഷണം നൽകും. പക്ഷെ അവരെ അവിശ്വാസികളായ ആൾക്ക് പരലോകത്തിൽ അവർക്ക് ശിക്ഷ ഞാൻ കൊടുക്കും. ഇതെൻ്റെ ഖുർആനിൽ പറയുന്നത്. അവർ പരലോക ശിക്ഷയ്ക്ക് ബാധ്യസ്ഥനാണ്. അതിന് വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇദ്ദേഹം വിമർശിച്ചു. അപ്പം ഇദ്ദേഹത്തിൻ്റെ അപകടങ്ങൾ എത്രമാണ് പ്രമാണവിരുദ്ധമായിട്ട് ഇത് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇദ്ദേഹം നമ്മുടെ ഖുർആൻ അംഗീകരിക്കാതെ ഇദ്ദേഹത്തിന് വല്ല ഖുർആൻ ഇറങ്ങുന്നുണ്ടോ? ഖാദിയാനികൾ പറയും പോലെ. അവിടെ ഇൻഷാല്ലാ ഞാൻ കൂടുതൽ സംസാരം വർദ്ധിപ്പിക്കുന്നില്ല, കേൾക്കാൻ പോലും വിഷമമുണ്ടാകും. അവിടെ ഇത്തരം ആളുകൾക്ക് ലോകത്തിൽ ഇവിടെ എല്ലാം ഇത്തരം വിഭാഗം എന്ന് പറയുന്ന ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചത്തിന് ദീനിനെ അവിടെ ഇസ്ലാമിക ദൈവത്തിന് തരിപ്പണമാക്കിയ ഈ വിധംകാരുടെ ഷറിൽ നിന്ന് രക്ഷപ്പെടാൻ ലോക ജനങ്ങളുടെ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.